ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തു. ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനം എടുത്തു. ആ തീരുമാനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഞാൻ സീറ്റ് കൊടുക്കാം അതല്ലല്ല അദ്ദേഹം അവരുമായിട്ട് അവരുടെ ഒരു 10-53 കക്ഷികളുള്ള അവരുമായിട്ട് അവർ സംസാരിക്കാൻ വന്നു. കന്റോൺമെന്റ് ഹൗസിൽ വെച്ചാണ്, എന്റെ ഔദ്യോഗിക ഹൗസിൽ വെച്ചാണ് സംസാരിച്ചത്. അവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ സീറ്റ് കൊടുക്കാന്ന് പറയാൻ പറ്റിയ ആളാണ് ഞാൻ പറയാം അത് പരിഗണിക്കാം മുന്നണി നേതൃത്വമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വൈക്കത്ത് ഞങ്ങൾ മത്സരിക്കുന്നതാണ്, പാർട്ടി മത്സരിക്കണം എന്ന തീരുമാനം എടുത്തു. അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് അവിടെ മത്സരിപ്പിക്കാനും അതുമില്ല. 27 അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. അവർ ഇന്നലെ അനൗൺസ് ചെയ്ത് 25 അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം അല്ല, അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഉള്ളത്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുക്കും. പത്തനംതിട്ട ജില്ലയടക്കം പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പ്രാദേശിക പ്രശ്നങ്ങളാണോ ഇത്ര വൈകാൻ കാരണം? അതൊന്നുമല്ല. നിങ്ങള് കുറെ സീറ്റുകൾ വൈകാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മിനിങ്ങാന്ന് മനസ്സിലായില്ലേ? കണ്ണൂര് നിങ്ങൾ എന്താ തീരുമാനം എടുക്കാത്തെന്ന് ചോദിച്ചു. UDFന്റെ സീറ്റ് വിഭജനം എന്താണ്? സീറ്റ് വിഭജനം ഇപ്പൊ RSP എന്താ ചെയ്ത്? RSP ആർക്കാ പിന്തുണ കൊടുത്തത്? CPM-ൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു. അവിടെ RSP സീറ്റ് അവർ പിന്മാറിയിട്ട് ഷിബു ബേബി ജോൺ തന്നെ മുൻകൈയെടുത്ത് അവിടെ പോയി C കുഞ്ഞികൃഷ്ണൻ പിന്തുണ കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ എവിടെ കലാപം ഉണ്ടായത്? തളിപ്പറമ്പിൽ കലാപം ഉണ്ടായല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ കാത്തു നിൽക്കണ്ടേ? ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? നിങ്ങൾ ഇതൊക്കെ കൂടി കേക്ക്. അന്ന് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? സത്യത്തില് എനിക്ക് ഈ സമയം സമയം ഈ ഇലക്ഷന്റെ പ്രഖ്യാപനം 9-ാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടി വെയിറ്റ് ചെയ്താലേ ഉണ്ടായനെ സമയമില്ലാത്തതുകൊണ്ടാ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഫീൽഡ് ചെയ്യണുണ്ട്. 3 ദിവസം കൂടി കാത്തിരിക്കുന്നത്. എന്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്. ഞാൻ 23-ാം തീയതിയാണ് ഇലക്ഷനെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു 3 ദിവസം കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ. പിന്നെ എല്ലാ സീറ്റും കൂടി അങ്ങനെ കൊടുക്കാൻ പറ്റും. അല്ല, ഇന്ന് ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ അങ്ങനെ കെണി വെച്ച് ആളെ പിടിക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ നിങ്ങള് ഈ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ? എന്ത് വിസ്മയം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തില്? ഇനി വേണോ? ഇനി വേണോ? എപ്പോ വേണം? വിസ്മയങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലേക്കുണ്ടായ മേൽക്കോയ്മ ഇപ്പൊ ഈ സുധാകരൻ വിവാദം മൂലം ഇല്ല. ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അജണ്ട അതാണ്. നിങ്ങളുടെ അജണ്ട ഇവിടെ ഒരു പ്രശ്നമില്ല UDF-ല്. അപ്പൊ അതിന് വാർത്ത ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൽ ഒരു വിഷയമില്ല. ഇനി ആര് പോസ്റ്റർ അടിക്കുന്ന പ്രസിൽ പോയിട്ട് ഓരോരുത്തർ അത് നോക്കിയിട്ട് വാർത്ത കൊടുക്കും. നിങ്ങൾ ഇതൊന്നും കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചരിത്രം പരിശോധിക്കുക. അല്ല, ചരിത്രം അറിയാലോ. UDF-ലൊക്കെ ഒരു അലോസരമില്ലാതെ, ഒരു തർക്കമില്ലാതെ എത്ര ഭംഗിയാണ്. നിങ്ങൾ ആരും അറിഞ്ഞുപോലുമില്ല സീറ്റ് വിഭജനം. അല്ല, അതൊക്കെ ഞങ്ങൾ ഇന്ന് ഫൈനൽ പറയാം. ഞാനത് പറഞ്ഞില്ലല്ലോ. ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. നിങ്ങള് ഞാനിപ്പോ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും സാദിഖ് അലി തങ്ങളെ വിളിച്ചിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എന്തൊരു സീറ്റുകളാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സീറ്റുകൾ. അതിൽ എന്തെല്ലാം വാർത്തകൾ നേരത്തെ വന്നു, എന്തെല്ലാം കാര്യങ്ങളൊക്കെ നേരത്തെ വന്നു. എത്ര മനോഹരമായിട്ടാണ് അവര് ആ സീറ്റ് അവരുടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ സീറ്റ് പ്രഖ്യാപിച്ചാൽ ആരൊക്കെ ജയിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആരെങ്കിലും തോക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ ലിസ്റ്റിൽ നോക്കേണ്ടത്. അതുപോലത്തെ ലിസ്റ്റാണ്. നിങ്ങളെ ലിസ്റ്റ് നോക്ക്. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടല്ലോ. സീറ്റ് കിട്ടാത്ത ആരെങ്കിലും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയപ്പോ അങ്ങനെയല്ലല്ലോ. അതിലൊന്നും അല്ല. അത് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പറയാം, തീർച്ചയായിട്ടും പറയാം. അല്ല, അതൊക്കെ പാർട്ടി സീറ്റുകൾ എല്ലാവരും പരിഗണിക്കല്ലേ എല്ലാവരും. അപ്പൊ ഞാൻ മുൻകൂട്ടി പറയണ ശരിയാണ്. നിങ്ങൾ ഇതാണ് സാധനം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണല്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തയുണ്ട്. ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും കൂടി രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോയി. ഡൽഹിയിൽ വന്ന് ഞങ്ങൾ പോകണ്ടേ?
അപ്പോൾ കോൺഗ്രസിൽ തർക്കം മുറുകി. നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ പോണത് ഞങ്ങൾ ഇവിടെ വന്ന ആദ്യം ചെയ്യേണ്ട അതാണ്. തർക്കം പരിഹരിക്കാൻ കൂടിയല്ലേ? അല്ലാണ്, അങ്ങനെ അല്ലല്ലോ. ഡൽഹിയിൽ വന്നാൽ ദേശീയ നേതാക്കളെ കാണുമല്ലോ. ഞാൻ ഡൽഹിയിൽ വന്നിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാതെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. രാഹുൽ ഗാന്ധി ശ്രമിക്കും, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ കാണും. ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം, അദ്ദേഹത്തിന്റെ ഡേറ്റ്, ദേശീയ നേതാക്കളുടെ ഡേറ്റ്, അദ്ദേഹത്തിനോട് അത് ചോദിച്ചു മനസ്സിലാക്കി ഏതെല്ലാം പ്രോഗ്രാമിനാണ് പെടുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞത്, നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാര് രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ പോകുമ്പോൾ തർക്കം മുറുകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിന്റെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താന്ന് പറഞ്ഞു. അപ്പൊ തന്നെ VD സതീശൻ ശോഭിച്ചു. ഇന്നിപ്പോ ഞാനൊരു വാർത്ത കണ്ടു, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ ഒന്നാമത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹം കോപിഷ്ഠനാണ്, അദ്ദേഹം കോപാകുലനായി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി, എന്റെ ദൈവമേ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്, നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളോട്, ആണ് നിങ്ങൾക്ക് അതിന്റെ കൂടി നിങ്ങളുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശീലോ. നിങ്ങൾ ഉറങ്ങാതെ നിൽക്കണതിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയൊന്നും പറയല്ലേട്ടാ, ഞാൻ കോപാകുലായ എന്റെ മുഖത്ത് നോക്കി അറിയാം. നിങ്ങൾ സതീശൻ കോപാകുലാണ്, സതീശൻ ചിരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തെക്കാളും കുറച്ചൊരു സന്തോഷവാനാണ്. താങ്ക് യു. ഞാൻ എപ്പോഴും, ഞാനിവിടെ പാർട്ടി ഭാരവാഹിയായിട്ടും പ്രത്യേക ക്ഷണിതാവായിട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്നിട്ടുള്ള ആളാണ്. നിങ്ങൾക്കറിയാലോ ഇവിടെ എന്തായിരുന്നു ഡൽഹിയിലെ കേരള ഹൗസ്. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിക്കുമോ, പുതിയതായി വന്നവര് എന്തായിരുന്നു ഇവിടെ ഇല്ലേ? അതൊന്നും അല്ലല്ലോ, എത്ര സ്മൂത്താണ്. അങ്ങനെയാണ്, ഇത്ര സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ വരാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം? അതുകൊണ്ടാണ്. അപ്പൊ ഡേയ്സ് കുറവാകുമ്പോൾ കൂടുതൽ ആൾ വരുമല്ലേ വേണ്ടത്. ഒരാഴ്ച വന്ന് നിൽക്കേണ്ട ആൾ ഒരു ദിവസം വന്ന് നിൽക്കേണ്ടത്. ഇത്ര പെട്ടെന്ന് എത്ര സ്പീഡിലാണ് തീരണത്. ആദ്യത്തെ ദിവസം വൈകിയത് എന്താന്ന് നിങ്ങൾക്കും അറിയാം. എന്തുകൊണ്ട് വിൻസെന്റ് MLAക്ക് ആ കേസ് ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം വീണ്ടും മത്സരിച്ച് അദ്ദേഹം വീണ്ടും ജയിച്ചത് ഇല്ലേ? എല്ലാവർക്കെതിരെ എന്തെല്ലാം കേസുള്ളത്. ഇപ്പൊ എന്താണ് മറ്റേ TK ഗോവിന്ദൻ പറഞ്ഞത്? ആന്തൂരിലെ ഷാജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ അംഗം പറഞ്ഞു. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും.